ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടോ. അപ്പം മുടിയുടെ ചിക്കൊക്കെ ഞങ്ങൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ പല്ല് വിട്ടിട്ടുള്ള പല്ലുള്ള കോമ്പ് യൂസ് ചെയ്തിട്ടോ കളയുന്നതാണ് ബെറ്റർ. അപ്പോൾ എൻ്റെ മുടി നല്ലപോലെ കൊഴിയുന്നുണ്ടായിരുന്നു, കുറച്ച് ഡാമേജും ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ ഒരു സങ്കടം പറഞ്ഞപ്പോൾ എനിക്ക് കൊണ്ടുത്തന്നതാണ് കേട്ടോ ഈ ഒരു എണ്ണ. അപ്പോൾ ഇത് ഞാൻ 2 ദിവസമായിട്ടേ ഉള്ളൂ തേക്കാൻ തുടങ്ങിയിട്ട്. റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സ്കാൾപ്പിലും മുടിയിലൊക്കെ നല്ല പോലെ എണ്ണയിട്ട് തേക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറില്ല, 2 ദിവസം കൂടുമ്പോൾ മാത്രമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അന്ന് ഞാനൊരു കുളി തന്നെ കുളിക്കും, അങ്ങനെ എണ്ണ തേക്കും കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഹെയർ കട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഹെയർ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഹെയർ ആയിരുന്നു. അതും ഞാൻ കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് മുടിയൊക്കെ വാരി കെട്ടിയിട്ട് ഞാൻ നേരെ പറമ്പിലേക്ക് പോയി കേട്ടോ. നമ്മുടെ താളിയാക്കാനുള്ള പരിപാടിയിലേക്കാണ് പോയത്. അപ്പോൾ താളിയാക്കാൻ നമുക്ക് ചെമ്പരത്തിയും വേണം, നല്ല ചുവപ്പ് ചെമ്പരത്തിയാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതിൻ്റെ ഇലയും, പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ വേപ്പിലയില്ലേ, വേപ്പിലയുമാണ് പറിക്കുന്നത്. ഇത് 3 മാത്രം പോരാ, നമുക്ക് കറ്റാർ വാഴ വേണം, പിന്നെ നമുക്ക് വേണമെങ്കിൽ മൈലാഞ്ചി ഇലയിടാം. അതിൻ്റെ കൂടെ നമുക്ക് സവാളയില്ലേ, ഉള്ളി വേണ്ടിക്കലും ഇടാം കേട്ടോ. പക്ഷേ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല ഇപ്പം ഞാൻ വേപ്പിലയും ചെമ്പരത്തിൻ്റെ ഇലയും ചെമ്പരത്തി പൂവും മാത്രമാണ് കേട്ടോ പറിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കറ്റാർ വാഴയും ഞാൻ പറിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ പറമ്പിലുള്ള നമ്മുടെ ബബ്ലൂസ് നാരങ്ങ കാണുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടിട്ടേ ഉണ്ടായിട്ടില്ല, ഉണ്ട് എന്നുള്ളത് അറിയാം, പക്ഷേ ഇത്രയും കായ്ച്ചിട്ടുള്ളത് അറിയേയില്ല, ഇന്നാട്ടോ കാണുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് ഹെൽത്തിന് അത്രയും ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിറ്റാമിൻ സി ഒക്കെ നല്ലപോലെ കൂടും. പിന്നെ വെയിറ്റ് ലോസിനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കറ്റാർ വാഴ, ഇതും എൻ്റെ വീട്ടിൽ തന്നെ വളർത്തുന്നതാണ് കേട്ടോ. ഞാനല്ല എന്നുള്ളൂ, എൻ്റെ അമ്മയും അമ്മമ്മയും ചെയ്യുന്ന ഓരോ പരിപാടികളാണ്. ഇതൊക്കെ പറിക്കുന്നത് ഞാനാണെന്ന് മാത്രം. അങ്ങനെ കറ്റാർ വാഴ ഞാൻ പറിച്ചു. പിന്നെ നമ്മുടെ മൈലാഞ്ചി ചെടീനെ കാണുമ്പോൾ തന്നെ പറിക്കാൻ തോന്നുന്നില്ലല്ലോ, അത് വളർന്നു വരുന്നേ ഉള്ളൂ, ഇലയൊന്നും വന്നിട്ടില്ല മര്യാദയ്ക്ക്. അപ്പോൾ വളർന്നിട്ട് ഞാൻ എന്തായാലും ഇതിൽ നിന്ന് തന്നെ പറിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 നല്ലപോലെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ, ജ്യൂസ് രൂപത്തിലാണ് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് വന്നിട്ട് തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു. എണ്ണ ഇട്ടപ്പോൾ തന്നെ നമുക്കിത് ഇടാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ആക്കാനുള്ള ടൈം വരെ എണ്ണ മാത്രമായിട്ട് ഇട്ടു. അതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സും കൂടി നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. മുടി ഓരോന്നോരോന്ന് മാറ്റുമ്പോഴാണ് കേട്ടോ എൻ്റെ മുടി നല്ലപോലെ കൊഴിഞ്ഞ് മൊട്ടയാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഞാനിത് നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഈ ചെമ്പരത്തി താളിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഷാമ്പൂൻ്റെയോ കണ്ടീഷണറിൻ്റെയോ ഒന്നും ആവശ്യം വേണ്ട. നമ്മുടെ തലയൊക്കെ നല്ല ക്ലീനാകും കേട്ടോ. ഈ ചെമ്പരത്തി താളി അതിനെക്കൊണ്ട് നല്ലപോലെ ക്ലീനാവും, നല്ലൊരു സ്മൂത്ത് ഹെയർ ആവും കേട്ടോ. പിന്നെ ഞാൻ നല്ലപോലെ മസാജ് ചെയ്തിട്ട് പിടിപ്പിക്കും. എന്നിട്ട് മുടി നല്ലപോലെ എടുത്തിട്ട് പോണി ടെയിൽ രൂപത്തിലാക്കിയിട്ട് കൊണ്ടയിലങ്ങ് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ചുകൂടെ എടുത്തിട്ട് ഉള്ളോട്ടേക്കൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൊണ്ട കെട്ടിയ ആ ഒരു അമ്മക്കെട്ടിലും പിന്നെ മുന്നിലും ഒക്കെ ആയിട്ട് നല്ലപോലെ ഒന്നുകൂടെ ആ താളി ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാനിത് ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ കറ്റാർ വാഴ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഞാൻ താളിയിലേക്ക് എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. ബാക്കി ഭാഗം നമുക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മുഖത്തേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കറ്റാർ വാഴേൻ്റെ കാര്യമൊന്നും ആരോടൊന്നും പറയണ്ടല്ലോ, അത്രയും ബെനിഫിറ്റ്സ് ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഡാർക്ക് സർക്കിൾ പോവാനും പിന്നെ നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റൺ ആവാനും ഗ്ലോ ആവാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ കറ്റാർ വാഴ. പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുന്നതായിരിക്കും നല്ലത്. ഓർഗാനിക് ആണല്ലോ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണുള്ളത് എന്നുള്ളതിൻ്റെക്കാൾ കുറച്ചും കൂടി നമുക്ക് വിശ്വാസമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ വീട്ടിലാകുമ്പോൾ. അങ്ങനെ ഞാൻ അതൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നോർമലി കറ്റാർ വാഴ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഐസ് റോളറിൽ ഇട്ടിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇന്ന് പിന്നെ ഐസ് റോളറിൽ വെറും വെള്ളം വെച്ചിട്ടായിരുന്നു ഉള്ളത്. അപ്പോൾ ഇതും കൂടെ തേച്ച് പിടിപ്പിച്ചിട്ട് ഐസ് റോളർ വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇത് നേരെ വെച്ചിട്ട് ഐസ് റോളർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ചെയ്തത്. ഡ്രൈ സ്കിന്നുകാരൊക്കെ എന്തായാലും ട്രൈ ചെയ്യുക കേട്ടോ, ബെറ്റർ ഓപ്ഷനാണ് അലോവേര. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.